അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി യമ്മി പാസ്ത വീട്ടിലുണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്, വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഞാനിത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനൊരു ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെന്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്ത വേറൊരു പാനിലോട്ട് ഇച്ചിരി ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 2 അല്ലി ഗാർലിക്ക് കുനുകുനാ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം അതിലോട്ട് ഞാൻ 2 സവാള ചോപ്പ് ചെയ്തതാണ്, ചെറിയ സവാളയാണ്. പിന്നെ ഒരു 2 ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് വഴറ്റുന്നുണ്ട്. ലാസ്റ്റ് ഞാനിതിലോട്ട് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം പെട്ടെന്ന് ഇതാവുന്നത് കൊണ്ട് ക്യാപ്സിക്കം ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ക്യാരറ്റും സവാളയും ഇട്ടതിന് ശേഷം നന്നായി വഴറ്റുക. അതിനുശേഷം ഒരു ക്യാപ്സിക്കമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എടുക്കുക. അധികം വെന്ത് പോകാൻ പാടില്ല. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് പാസ്തയുടെ സ്പൈസസ് ആണ്. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത് മൂന്നാമത് വേറൊരു പാനിന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇച്ചിരി ബട്ടർ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കൂടുതൽ ബട്ടർ തന്നെ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 സ്പൂൺ മൈദ മാവ് ചേർക്കുന്നുണ്ട്, 2 സ്പൂൺ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ആയതുകൊണ്ട് ആണ് മൈദ മാവ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മൈദ മാവിലോട്ട് ബട്ടറും കൂടെ മെൽറ്റാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു 3/4 ലിറ്റർ പാൽ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. 3/4 ലിറ്റർ പാൽ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അപ്പോൾ നല്ല തിക്കായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഇച്ചിരി പെപ്പർ പൗഡറും നമ്മുടെ ഈ പാസ്തയുടെ ഇതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 സ്ലൈസ് ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന വലിയ പീസാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുക. ഞാനിപ്പോൾ സ്ലൈസ് ആയത് കാരണം 2 ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോയോ അല്ലെങ്കിൽ പാസ്തയുടെ സ്പൈസസിൻ്റെ ഇതോ ഇട്ട് കൊടുക്കണം, മറന്നു പോകരുത്. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളി ഐറ്റമാണ്, യമ്മിയാണ്. ഓക്കെ, താങ്ക് യു.